ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. നിയമത്തിൻ്റെ പൂർത്തീകരണം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യരോട് പ്രകാരം പറയുന്നുണ്ട്: നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. നിയമവും പ്രവാചകന്മാരും എന്നതുകൊണ്ട് യേശു ഇവിടെ അർത്ഥമാക്കുന്നത് യഹൂദർ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ ഗ്രന്ഥത്തെയാണ്. യഹൂദരുടെയും വിശുദ്ധ ഗ്രന്ഥത്തെ നിയമം, പ്രവാചകന്മാർ, ലിഖിതങ്ങൾ എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിരുന്നു. യേശുനാഥൻ സുവിശേഷത്തിൽ പല സ്ഥലങ്ങളിലും ഈ നിയമവും പ്രവാചകന്മാരും എന്നുള്ള വാക്യം ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ എല്ലാ സ്ഥലങ്ങളിലും പഴയ നിയമ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പൂർത്തീകരണത്തെയാണ് യേശുനാഥൻ ഇതുമായി താരതമ്യം ചെയ്ത് പറയുന്നത്. യേശു പറയുന്ന എല്ലാ കാര്യങ്ങളും ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ സുവിശേഷത്തിലും 1-ാമത്തെ വായനയിലുമൊക്കെ ദൈവകൽപ്പനകൾ അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് സംസാരിക്കുക. 1-ാമത്തെ വായനയിൽ നമ്മൾ അതിപ്രകാരം വായിക്കുന്നുണ്ട്: ഇസ്രായേലെ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ. ദൈവം നൽകിയ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ ഭദ്രമാക്കുവാനാണ് മോശ ഇസ്രായേൽ ജനത്തോട് ആഹ്വാനം ചെയ്യുക. അവരുടെ ജീവിതകാലം മുഴുവൻ അവർ സുരക്ഷിതരായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനായിട്ട് മോശ അവരോട് പറയുന്നുണ്ട്. സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശുനാഥൻ ഇപ്രകാരം പറയുന്നുണ്ട്: നിയമത്തെയും പ്രവാചകന്മാരെയും പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് എന്ന്. 1-ാമത്തെ വായനയിൽ നമ്മൾ കേട്ടത് ഇസ്രായേൽക്കാരുടെ ജീവിതം സുരക്ഷിതമാക്കുവാനുള്ള കാര്യങ്ങളായിരുന്നുവെങ്കിൽ, സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഇസ്രായേൽക്കാരുടെ നിത്യജീവൻ സംരക്ഷിക്കുവാനുള്ള കാര്യങ്ങളാണ്. യേശുനാഥൻ ഒരു കാര്യം തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്: ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. സ്നേഹം നിറഞ്ഞവരെ, പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി കേവലം ജീവൻ സംരക്ഷിക്കുവാൻ മാത്രമല്ലാതെ നിത്യജീവനിലേക്ക് നമ്മളെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് കെൽപ്പുള്ളതാണ് ദൈവകൽപ്പനകളെന്ന് യേശുനാഥൻ ഇവിടെ ഊന്നിപ്പറയുന്നുണ്ട്. യേശുനാഥൻ്റെ ആഹ്വാനം നമുക്ക് സ്വീകരിക്കാം. ദൈവകൽപ്പനകളനുസരിച്ച് നിത്യജീവൻ കരസ്ഥമാക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.